നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം ആദിത്യ. ഇന്ന് ഒരു വലിയ നിർണായക വിധി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഒരുപക്ഷെ മോചനം കിട്ടിയതാണ് ജനങ്ങളൊക്കെ നോക്കിയത്. പക്ഷേ മറ്റൊരു കാര്യം, ഇതിനിടയിലൂടെ ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ മുങ്ങിയതാണോ അല്ലെങ്കിൽ ഈ ഒരു വിധിയുടെ പ്രഭാവത്തെ നമ്മളത് കാണാത്തതാണോ എന്നുള്ളത് അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത് ഉള്ള പരാതിക്കാരിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് SIT. മൊഴി എന്താണെന്നുള്ള അറിയില്ല, ഒന്നും തന്നെ പുറത്തു വിടുന്നില്ല. സാധാരണ മാധ്യമങ്ങളൊക്കെ ഓരോന്നും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇത് നമുക്കറിയാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ കേസിൽ നമുക്കറിയാം ഹൈക്കോടതി ഇപ്പോൾ അറസ്റ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അത് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ള തെളിവുകൾ ഒരുപക്ഷെ രാഹുൽ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. കാരണം ഒരു ഭാഗം കൂടി കേൾക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് വരുമ്പോൾ ബലാത്സംഗമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കുട്ടിയുടെ അനുവാദമില്ലാണ്ട് കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിൽ വലിയ, ഒരുപക്ഷെ ആദ്യത്തേനേക്കാളും വലിയ രീതിയിലുള്ള ഒരു പരാമർശമാണ് ആ ഒരു പരാതിയിൽ ഉണ്ടായിരുന്നത്. മൊഴി രേഖപ്പെടുത്തി. പക്ഷേ ഇത് എത്രമാത്രം ഇനി രാഹുലിനെ വിധിയെ കാത്തിരിക്കും? കാരണം ജാമ്യം കിട്ടുമോ, അറസ്റ്റ് ചെയ്യപ്പെടുമോ, മാത്രമല്ല ഇതിന്റെ തെളിവുകളുണ്ടോ? 2-3 വർഷമായിട്ടുള്ള ഇതാണ്. ഇതൊക്കെ ഇനി അടിസ്ഥാനമാക്കിയിരിക്കില്ലേ? അതായത് കഴിഞ്ഞ മാസം 27-നാണ് രാഹുൽ ഒളിവിൽ പോയത്. അറസ്റ്റ് ചെയ്യുമെന്ന പേടിയോടുകൂടി തന്നെയാണ് ഒളിവിൽ പോയത്. അന്ന് ഒരു യുവതി മാത്രമാണ് പരാതിയായിട്ട് രംഗത്ത് വന്നത്. BJP നേതാക്കളൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് 17ഓളം സ്ത്രീകളെ രാഹുൽ പീഡിപ്പിച്ചു എന്നാണ് അവർ വാദം ഉന്നയിക്കുന്നത്. മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രനും അതുപോലെ പ്രശാന്ത് ശിവനും അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും യുവതികളുണ്ട് എന്ന് പറയുന്നു. പക്ഷെ പരാതിയുമായി ആകെ ഒരാൾ, അതായത് നേരത്തെ മാധ്യമങ്ങളിലൂടെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ മൊഴിയെടുത്തു, കുട്ടി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അവിടെ രാഹുൽ സെഷൻസ് കോടതി തിരിച്ചടിയായി ഹൈക്കോടതിയിൽ എന്ത് പറഞ്ഞു? 15-ാം തീയതി വരെ അടുത്ത വാദം കേൾക്കുന്നവരെ അറസ്റ്റ് ചെയ്യരുത്. എന്നാൽ ഇത് പറയുന്നതിന് തലേ ദിവസമായിരുന്നു 23-കാരിയായ ഒരു കുട്ടി ബംഗളൂരുവിൽ നിന്ന് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അതും KPCC അധ്യക്ഷന് മെയിൽ അയച്ചു. ആ മെയിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ DGP കൈമാറി. അതിലൊരു അന്വേഷണം തുടങ്ങി. അപ്പോൾ കോടതിയിൽ തന്നെ കൃത്യമായി രണ്ടാമത് സെഷൻസ് കോടതിയിൽ വീണ്ടും ഇതിനുള്ള ജാമ്യത്തിനായി പോയി. അപ്പോഴും പറഞ്ഞത് പേരും അഡ്രസ്സും മേൽവിലാസവും ഒന്നുമില്ലാത്തൊരു പരാതിയാണ്. ഈ കുട്ടി ആരാന്ന് തനിക്ക് പോലും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കഴമ്പില്ല, അതിൽ അറസ്റ്റ് നടത്തരുത്, എന്താണെന്നുള്ള വിവരം തനിക്ക് പങ്കുവയ്ക്കണം എന്നാണ് രാഹുലിന്റെ വാദം. എന്നാലിപ്പോൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത് കുട്ടി മൊഴി കൊടുക്കാതെ ഈ കേസ് ബലപ്പെടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം കിട്ടുന്നത്. മൊഴി നൽകിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിർബന്ധമായി ഹോം സ്റ്റേയിൽ എത്തിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു. ഐ വാണ്ടഡ് ടു റേപ്പ് യു എന്ന് പറഞ്ഞാണ് രാഹുൽ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ റേപ്പ് ചെയ്യുന്നതിനിടയിൽ തനിക്ക് ശ്വാസം മുട്ടി, എന്നിട്ട് പോലും രാഹുൽ ഒരു മനുഷ്യനോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറിയിട്ടില്ല എന്ന രീതിയിലൊക്കെ വളരെ ക്രൂരമായി, അതായത് ലൈംഗിക വൈകൃതമുള്ള ഒരാൾ എങ്ങനെ പെരുമാറും അതുപോലെ തന്നോട് പെരുമാറിയെന്നാണ് ഈ കുട്ടി പറയുന്നത്. മൊഴി കൊടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലതവണയായി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഫോൺ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് വിളിക്കുമ്പോൾ അസഭ്യം പറയും, ചീത്ത വിളിക്കും. അത്തരത്തിലുള്ള പീഡനമായിരുന്നു മുന്നോട്ട് പോയത്. അപ്പോൾ നേരത്തെ തന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തില്ല, എന്തുകൊണ്ട് ഈ വിഷയം ഉയർത്തിയില്ല എന്നൊരു കാര്യം. അപ്പോൾ പറയുന്നത്, ഇത്രയും കാലം ഭീഷണിപ്പെടുത്തുകയായിരുന്നു, ഭയപ്പെട്ടാണ് എന്ത് ചെയ്തത്, പുറത്ത് പറയാതിരുന്നത്. ഇത് നല്ലൊരു അവസരമാണെന്ന് തോന്നി. എല്ലാവരും പരാതിയായിട്ട് വരുന്നു, ശ്രദ്ധ കിട്ടുന്നുണ്ട്, എൻ്റെ കേസും ആ രീതിയിൽ തന്നെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന മാനഹാനി, നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതൊക്കെ കരുതിയാണ് പുറത്ത് പറയാതിരുന്നത്. പക്ഷേ ഈ ഒരു പരാതിയിൽ രാഹുൽ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പരാതിക്കാരി ആരെന്ന് പോലും എനിക്കറിയില്ല. കാര്യം ബാംഗ്ലൂർ ഒരു 23-കാരി എന്ന് പറയുമ്പോൾ 2 വർഷം മുന്നേ നടന്നതാണെങ്കിൽ അന്ന് 21 വയസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ എനിക്ക് പരിചയമില്ല എന്നാണ് രാഹുൽ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും SIT തലകുത്തി നിന്നിട്ട് രാഹുലിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു MLA ആണ്, ഇന്നലെ വരെ അവരുടെ മൂക്കും തുമ്പത്തുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഒരു പരാതി കിട്ടുന്നു എന്ന് DGPക്ക് പരാതി അതിജീവിത കൊടുക്കാൻ പോകുന്നു, പെൺകുട്ടി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ നിമിഷം തന്നെ എന്ത് ചെയ്യേണ്ടതാണ്? രാഹുലിനെ സ്പോട്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് പോലും രാഹുലിന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തു, രാഹുലിന് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാനുള്ള അവസരം കൊടുത്തു. രാഹുൽ പോയിടത്തൊക്കെ രാഹുൽ രക്ഷപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ പോലീസ് കാത്തു നിന്നു. രാഹുൽ ഒന്ന് പോട്ടെ, അതിനുശേഷം എന്ത് ചെയ്യാം, പിടികൂടാം. എന്തായിരുന്നാലും ഇന്നലെ രാഹുലിന് ബാംഗ്ലൂർ അഭയം കൊടുത്ത 2 വ്യക്തികളുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടവരാണെന്നാണ് തോന്നുന്നത്, കൃത്യമായി ഓർക്കുന്നില്ല. ആ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് രാഹുലിനെ ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന്. അവരുടെ ഒരു കാറും, ഫോർച്യൂണർ കാറോ മറ്റോ ആണ് തിരുവനന്തപുരത്തേക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. പക്ഷെ രാഹുലിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. രാഹുലിനെ സഹായിച്ചവരൊക്കെ തന്നെ പിടികൂടിയിട്ടുണ്ട്. കെയർടേക്കർ പിറകെ നടന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അറിയാവുന്നത് പുറത്തു പറയാൻ വേണ്ടി. കെയർടേക്കർക്ക് ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്.
രാഹുൽ എന്തായിരുന്നാലും അതിവിദഗ്ധമായി തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. രാഹുലിനറിയാം അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ദിലീപിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു രാമലീല എന്നൊരു സിനിമയിൽ പറയുന്നുണ്ട്, ഇത് എനിക്കുള്ള പണിയാണ്, ഇടത്തുനിന്നും വലത്തുനിന്നും ഉണ്ട്. സെയിം രീതിയാണ് രാഹുലിന്റെ കാര്യത്തിലും. ഇടത്തുനിന്നും വലത്തുനിന്നും രാഹുലിന് നല്ല പണിയാണ് അവരായിരിക്കുന്നത്. അതുകൊണ്ട് പിടികൂടിയ പിന്നെ രക്ഷയില്ല, അധോഗതിയാണ്. ഇതിൽ ഇപ്പോൾ രണ്ടാമത്തെ പരാതിക്കാരി പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ ഒരു സീരിയൽ കില്ലർ എന്നൊക്കെ നമ്മൾ പറയുന്നു, ഒരു സീരിയൽ റേപ്പറായിട്ട് നമുക്ക് ഇപ്പോൾ രാഹുലിനെ തോന്നുന്നത്. കാരണം ആദ്യം എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം, എനിക്ക് നിന്നെ പിന്നെ അത് ഇടയ്ക്ക് ഒരു ട്രാൻസ്ജെൻഡർ വുമൺ പോലും പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഇതൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട അതേ സ്റ്റോറിയുടെ ഒരു മറ്റൊരു വേർഷനാണ് ഈ ഒരു പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. അതിക്രൂരമായ പീഡനം അത് ഇതുവരെ ഒളിച്ചു വെച്ചു, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിലും തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സീരിയൽ റേപ്പർ തന്നെയാണ് രാഹുൽ എന്ന് ഞാൻ പറയും. പക്ഷെ ഇതിൽ സത്യമില്ലെങ്കിൽ ഒരു നീതിയല്ലേ കിട്ടേണ്ടത്? ഇന്നിപ്പോൾ നമുക്കറിയാം അതിജീവിത എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ ഇന്നത്തെ വിധിയിൽ ഞാൻ ഒരു അതിജീവിതയെ കണ്ടു കഴിഞ്ഞു. കാരണം 8 വർഷത്തോളം നിയമ പോരാട്ടം നടത്തി 1 മുതൽ 6 പ്രതികൾക്കും കുറ്റക്കാരെന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് അതിജീവിത എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2.5 മണിക്കൂറോളം ഒരു വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച 6 പ്രതികളെ ഇന്ന് കോടതി കുറ്റക്കാരെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നമുക്കൊരു ബലഹീനമായി തോന്നിയത് ദിലീപിന്റെ മാത്രം ഉള്ള ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് മാത്രം, ദിലീപിനെ വെറുതെ വിട്ടത് മാത്രമാണ്. ഇതാണ് അതിജീവിത എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു പല കാര്യങ്ങളും ഇപ്പോൾ രാഹുൽ നിൽക്കുന്നത് തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒന്ന് എന്നുള്ളത്, വിവാഹം കഴിക്കുക എന്നുള്ള രണ്ടാമത്തെ ഈ പരാതി പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നില്ല. വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ് പീഡിപ്പിക്കാൻ പറ്റില്ല, കാരണം വിവാഹിതയാണ്. മൂന്നാമത്തെ കാര്യം ഗർഭചിത്രം, അവിടെ മാത്രമാണ് ഇപ്പോൾ ചെറുതായിട്ട് രാഹുൽ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വീക്കായിട്ടാണ് ഒരു പക്ഷേ ആദ്യത്തെ കേസ് പോലും കിടക്കുന്നത്. അതിനെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ രണ്ടാമത്തെ ഒരു പരാതി എന്നുള്ളത് കൂടി അറിയില്ല. രാഹുലിനെ കോടതിയുടെ മുന്നിൽ ഒരു വലിയൊരു ക്രിമിനലായിട്ട് ചിത്രീകരിക്കാൻ ഉണ്ടാകുന്നത് ഒരു പ്രീ പ്ലാൻഡ് ആണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് വേണ്ടുന്നത് സംശയങ്ങളാണ്, നമുക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഗർഭവതിയാണ് അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തണം എന്ന് രാഹുൽ പറയുമ്പോൾ ഒരു പക്ഷേ രാഹുലിന് വാദിക്കാം. ഒരു അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിന്റെ കാര്യത്തിൽ തുല്യമായിട്ടുള്ള ഇതാണ്. അതൊരു ഭാര്യയും ഭർത്താവും ആണെങ്കിലും ലിവിങ് ടൂതർ ആണെങ്കിലും രാഹുലിന് പറയാം, നീ വിവാഹിതയാണ്, നിനക്ക് മറ്റൊരു ഭർത്താവുണ്ട്, എൻ്റെ കുഞ്ഞിനെ മറ്റൊരു ഭർത്താവിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ വിവാഹിതയായി നിൻ്റെ കയ്യിലോ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു പിതാവെന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പറ്റി കൺസെപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ രാഹുലിന് ആ ഒരു ഗർഭചിത്രം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ ഇന്നതാണെന്ന് വേണമെങ്കിൽ വാദിക്കാം. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ രാഹുലിന് വാദിക്കാനുണ്ട്. കാരണം ഗർഭിണിയാക്കുന്നത് തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗർഭചിത്രം നടത്താൻ നമുക്ക് ആർക്കും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അവകാശമില്ല, അധികാരമില്ല. കാരണം ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു ആശുപത്രിയിൽ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ പോയി ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ രാഹുൽ നിർബന്ധിച്ചാലും മരുന്ന് നൽകിയാലും അതിന് കൂട്ടുനിന്ന് ആ പെൺകുട്ടിയുടെ ഭാഗത്തും അതെ അത്തരത്തിലൊരു സംശയത്തിന്റെ ആനുകൂല്യം നേടി തന്നെ ആയിരിക്കണം ഒരു പക്ഷേ കോടതിയിൽ വാദിക്കുന്നത്. ഇനി രാഹുൽ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ആ പെൺകുട്ടി ഗർഭിണിയായത് ഞാൻ മൂലമായിരിക്കില്ല, പകരം എന്താണ് ഭർത്താവ് ഇങ്ങനെ ഒരു കാരണം കൂടി കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കേസിൽ ഒരു പക്ഷേ രാഹുലിന് ഒരു, കാരണം എനിക്ക് തോന്നുന്നു ആദ്യത്തെ കേസിൽ വളരെ വീക്ക് പോയിന്റുകളാണ് ഇപ്പോൾ നിലവിൽ രാഹുലിനെതിരെയുള്ള. ഒരു പക്ഷേ ഇത്രയും വലിയ അതിജീവിതയുടെ കേസിൽ പോലും ഒരു വിധി നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ കേസിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രണ്ടുപേരുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു കാരണം, മറ്റൊരു ഭാഗത്ത് ഒരു വിവാഹിതയാണ്, ചതിച്ചത് ഒരു പക്ഷേ ഭർത്താവിനെ എന്നൊക്കെയുള്ള തരത്തിൽ ഒരു പക്ഷേ കോടതിയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ വീക്ക് പോയിന്റുകളാണ് അതിജീവിതയ്ക്കുള്ളത്. രണ്ടാമത്തെ കേസിലാണ് ഇപ്പോൾ രാഹുൽ ഒരു പക്ഷേ തെളിവുകൾ ഉണ്ടെങ്കിൽ പെടുന്നത്. ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ രാഹുൽ ഇവിടെ പെടും. കാരണം ഇതൊരു ബലാത്സംഗമാണ്, അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ളതിന് എന്തെങ്കിലും നിർണായകമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഞാൻ പറയുന്നത് അത്തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ പിടിക്കപ്പെടുക തന്നെ വേണം, രാഹുലിനെ ജയിലിലാക്കുക തന്നെ വേണം. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നീതി കൃത്യമായിട്ട് രാഹുലിലേക്ക് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിലവിൽ രാഹുലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം കോടതിയുടെ പരിഗണനയിലാണ്. എന്താകും എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങൾ കാണാനേ സാധിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹുലിന് ചെയ്യാൻ സാധിക്കുന്നത് ഇത് ആരാണെന്ന് എനിക്കറിയില്ല. അതറിഞ്ഞാൽ മാത്രമേ എനിക്ക് ശരിക്കും ഈ മാധ്യമങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വിടുന്നതാണല്ലോ. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇതിന്റെ തെളിവുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, ഒരു കാര്യം വളരെ ലളിതമായ ഒരു കാര്യം പറയാം. രാഹുലിനെതിരായിട്ടുള്ള FIR വായിച്ചു എന്ന കുറ്റത്തിന്റെ പേരിലാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു സ്ത്രീക്കെതിരായിട്ടോ കുട്ടികൾക്കെതിരായിട്ടോ ഉള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് പീഡനം, അതിനെക്കുറിച്ച് ആർക്കും തന്നെ
അത് പൊതുമധ്യത്തിൽ വിവരിക്കാനോ അത് പരസ്യപ്പെടുത്താനോ ഉള്ള അധികാരമില്ല. ഇപ്പോൾ നമ്മളായിരുന്നാൽ തന്നെ പറയുന്നതിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് എന്തറിയാമെങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ പ്രതികരണ രീതി അത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയാൻ നിഷ്പ്രയാസം കിട്ടേണ്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ അനാവശ്യമായ ഒരു പിടിവാശി നടത്തിയതാണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കളിയാക്കുന്നുണ്ട്, ആരുടെയെങ്കിലും ഒരു ഗർഭക്കേസിൽ ഒരു തെറ്റും ചെയ്യാതെ ആദ്യമായി അകത്തുപോയ ഒരു മഹാനാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ ഇന്ന് പുറത്തുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം ആഘോഷിക്കുന്നത് രാഹുൽ ഈശ്വർ ആയിരിക്കും, നേരത്തെ പറഞ്ഞ ദിലീപിന്റെ വിഷയം പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേസിന്റെ സങ്കീർണത കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതായത് പീഡന കേസുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഇര നൽകിയ മൊഴി വെളിപ്പെടുത്താനോ, പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ തന്നെ പുറത്ത് വരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിഷയം. ഇപ്പോൾ നമുക്കായിരുന്നാലും അതിന്റെ FIR കോപ്പിയും മറ്റുമൊക്കെ കിട്ടിയാൽ പോലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇഴകീറി മുറിച്ചല്ലാതെ പുറത്തുവിടാൻ സാധിക്കില്ല. അതെ, എനിക്ക് മറ്റൊരു സംശയം. ഇപ്പോൾ രണ്ടാമത്തെ ഈ ഒരു കേസ് മൊഴി കൊടുത്തു എന്ന് പറഞ്ഞു, പക്ഷെ കൃത്യമായ തെളിവുകൾ, ശക്തമായ തെളിവുകൾ ഇല്ലാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം മെനങ്ങാന്ന് പോലും 2 ദിവസം മുമ്പ് തന്നെ രാഹുലിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും പരാതി കൊടുക്കാം. ഇപ്പോൾ ആദിത്യനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് കരുതി ആദിത്യന്റെ ഒരു ഭാഗം കേൾക്കാതെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല എന്ന് അഡ്വക്കേറ്റ് പറയുന്നു. അതായത് തെളിവുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ ആദ്യത്തെ കേസിൽ തെളിവുകളുണ്ടായിരുന്നു. അതിലൊരു കാര്യം പറയേണ്ടത്, അങ്ങനെ വന്നാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്തേണ്ടിയിരിക്കുന്നു. അതായത് വിമർശിക്കുകയല്ല, ഞാൻ അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഇപ്പോൾ ഒരാൾക്കെതിരെ, ഒരു പുരുഷനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു, എന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു. രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു സ്ഥലത്തായിരുന്നു ഈ സംഭവം നടന്നത്. ഒരുമിച്ച് ഒരു പക്ഷേ സഹപ്രവർത്തകരായിരിക്കാം, അതല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം. ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പറയുന്നത് ഇവിടെ വെച്ചാണ് സംഭവം നടന്നത്, അല്ലെങ്കിൽ ഒരു റൂമിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ വെച്ചാണ്, എന്തോ ആയിക്കോട്ടെ. ഇത് കേട്ട് പരാതി രജിസ്റ്റർ ചെയ്താൽ 24 മണിക്കൂറിനകം പ്രതി ഉണ്ടെങ്കിൽ പ്രതി പിടികൂടണമെന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇനി കോടതിയിൽ എത്തിച്ചു, അതിജീവിത ഈ പറയുന്ന പെൺകുട്ടി മൊഴി കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ റിമാൻഡ് ചെയ്യുകയാണ്. പിന്നെ ആ പെൺകുട്ടിയുടെ അല്ല ഉത്തരവാദിത്വം, അന്വേഷണ സംഘത്തിന്റെ അല്ല ഉത്തരവാദിത്വം. ആരാണോ പ്രതിയായിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത്. കാര്യം ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഒരു വിഷയം തന്നെയാണ്. അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം. തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പോലും, ചെയ്താൽ അത് സ്ഥാപിക്കാൻ കഴിയില്ലല്ലോ, പിന്നീട് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. പക്ഷെ തെറ്റ് ചെയ്തില്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് ആ പ്രതിയാക്കപ്പെട്ട ആളുടെ ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കെതിരെ വേണോ കേസ് കൊടുക്കാം, അതനുസരിച്ചുകൊണ്ട് പോലീസിന് കേസ് എടുക്കുകയും. ഒരു വീക്ക് പോയിന്റ് പറയുന്നത് ഈ പറയുന്ന 2023 നടന്ന സംഭവമാണ്. ഇപ്പൊ 2 വർഷത്തിൽ പുറത്തായി, ഇപ്പോഴാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിന്റെ തെളിവുകളില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു ബലാത്സംഗം, ഒരു റേപ്പ് ഒക്കെ നടക്കുമ്പോൾ അതിന്റെ ഓൺ ദ സ്പോട്ട് കിട്ടുന്ന കുറെ തെളിവുകളുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നോണം അതിലേക്ക് നയിക്കുന്ന ചില മെസ്സേജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അതൊക്കെ ഒരു പക്ഷേ ഇതിനകത്ത് നോക്കത്തില്ലേ? കാരണം അതൊക്കെ കാണുമോ? അതിൽ പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞാൽ പോലും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫോൺ വിളിച്ചു എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. പെൺകുട്ടി പറയുകയാണ്, ഈ ഡേറ്റിൽ ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്നെ രാഹുൽ ഇങ്ങനെ മോശമായി ഇത് ചെയ്തു. അപ്പോൾ ആ 2 ടൈം സോണിൽ, ടവർ ലൊക്കേഷനിൽ ഈ 2 വ്യക്തികളുടെയും ഫോൺ ഒരേ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം, അന്ന് അതേസമയം രാഹുൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാഹുലിന്റെ ബാധ്യതയാണ് അവിടെ എന്താണ് സംഭവിച്ചത്, ഈ പറയുന്ന പോലെ സംഭവിച്ചില്ല എന്ന് തെളിയിക്കേണ്ടത് രാഹുലിന്റെ ബാധ്യതയാണ്. അടുത്തത്, ഈ പെൺകുട്ടി ഇതുപോലെ മുൻകേസിൽ സ്ഥാപിക്കാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ അബോർഷൻ വേണ്ടി വന്നപ്പോൾ അതിന് മറുമരുന്നായി മരുന്ന് കഴിച്ചത്, ഡോക്ടർ പോയി കണ്ടപ്പോൾ വഴക്ക് പറഞ്ഞത്, പിന്നീട് ഡിപ്രഷനിലായ സാഹചര്യങ്ങളിൽ അതിന്റെ മരുന്ന് കഴിച്ചത്, ഇതൊക്കെ തന്നെ തെളിവാണ്. അതിപ്പോൾ ഏത് വിഷയത്തിലും ആയിക്കോട്ടെ, ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തെളിവ് തന്നെയാണ്. അതിൽ ഒരു തരത്തിലും രാഹുലിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ ഒരു കേസിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ പെൺകുട്ടിക്ക് കഴിയുമെന്നാണ് അവളുടെ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ഇന്ന് മൊഴി കൊടുത്തത് തന്നെ ചിലപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു പ്രവർത്തനം MLA നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുങ്ങുക തന്നെ വേണം എന്നേ ഞാൻ കണ്ടെത്തണം. 9-ാം തീയതി കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ കണ്ടെത്തൂ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷെ നീതി രാഹുലിന്റെ ഭാഗത്താണെങ്കിൽ അത് സത്യം ജയിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു. ഒപ്പം അതിജീവിത നേരിട്ട അനുഭവങ്ങൾ കൃത്യമാണ്, സത്യമാണെന്നുണ്ടെങ്കിൽ അവളോടൊപ്പം തന്നെ നമുക്ക് നിൽക്കാം.